ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ BSFൻ്റെ ഹെഡ് കോൺസ്റ്റബിൾ ആൻഡ് ASI പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റിന് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും റിക്രൂട്ട്മെൻറ്റ് വന്ന കാര്യത്തെ പറ്റിയിട്ട് അറിഞ്ഞു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും കണ്ടു വെക്കുക. വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസ് ആണ് നോക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്തെടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം, വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. ഓൺലൈൻ വഴി rec.bsf.gov.in ഈ ഒരു സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഈ ഒരു സൈറ്റ് വഴി 6 സെപ്റ്റംബർ 2022 വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റ് മുമ്പാണ് അപേക്ഷിക്കുക. ഇനി നമുക്ക് എങ്ങനെ അപേക്ഷിക്കണം എന്ന് നോക്കാം. അപേക്ഷിക്കാനുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോകാനുള്ള ഡയറക്റ്റ് ലിങ്ക് ഈ ഒരു ആർട്ടിക്കിളിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു ആർട്ടിക്കിൾ ഉപയോഗിക്കുക. ഈ ഒരു ആർട്ടിക്കിളിലെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. ഈ ഒരു ആർട്ടിക്കിളിലെ അപ്ലൈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഇതാണ് BSFൻ്റെ വെബ്സൈറ്റ്. ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. BSFൻ്റെ വൺ ടൈം രജിസ്ട്രേഷൻ അക്കൗണ്ട് ഉള്ളവർക്ക് അക്കൗണ്ട് വഴിയിട്ട് എളുപ്പത്തിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അക്കൗണ്ട് ഇല്ലാത്തവർക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ശേഷം മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യം എങ്ങനെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, അതിനുശേഷം ആ ഒരു അക്കൗണ്ടിലൂടെ എങ്ങനെയാണ് അപേക്ഷിക്കുന്നത് എന്നാണ് നോക്കുന്നത്. മുമ്പ് അക്കൗണ്ട് ഉള്ളവർക്ക് നിങ്ങളുടെ ഇമെയിൽ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. പുതിയ കാൻഡിഡേറ്റ്സ്, അതായത് ആദ്യമായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത് എങ്കിൽ ന്യൂ കാൻഡിഡേറ്റ് അല്ലെങ്കിൽ രജിസ്റ്റർ ഹിയർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്ന പേഴ്സണൽ ഇൻഫർമേഷൻസ് ആണ്. അതിൽ ഒന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്ന കാൻഡിഡേറ്റ് നെയിം ആണ്, അതായത് നിങ്ങളുടെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേര് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം അടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്നത് മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി ആണ്. മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി നിങ്ങൾക്ക് അവിടെ നൽകാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ 3 ഡീറ്റെയിൽസ് ആണ് ആദ്യത്തെ സെക്ഷനിൽ വരിക. അതിനുശേഷം തൊട്ട് താഴെ ജനറേറ്റ് OTP എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇപ്പോൾ നിങ്ങൾ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് അല്ലെങ്കിൽ ഇമെയിലിലേക്ക് ഒരു OTP ലഭിക്കുന്നതാണ്. ആ ഒരു OTP ഇവിടെ എൻ്റർ ചെയ്യേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. OTP എൻ്റർ ചെയ്ത ശേഷം തൊട്ട് താഴെ സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് ഐഡൻറ്റിറ്റി ഡീറ്റെയിൽസ് ആണ്. ഇതിൽ ഒന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്ന ഐഡൻറ്റിറ്റി ടൈപ്പ് ആണ്. അതായത് ഇവിടെ ആധാർ കാർഡ്, പാൻ കാർഡ്, ലൈസൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ഡോക്യുമെൻറ്റ്സ് ഏതാണോ അത് അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം വലത്തേ സൈഡിൽ ആ ഒരു ഡോക്യുമെൻറ്റിൻ്റെ നമ്പർ തെറ്റാതെ തന്നെ ആ ഒരു കോളത്തിൽ എൻ്റർ ചെയ്യേണ്ടതാണ്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ അഡീഷണൽ ഇൻഫർമേഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഒന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. അപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം വലത്തേ സൈഡിലായിട്ട് ഏജ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഏജ് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് നാഷണാലിറ്റി ആണ്. അപ്പോൾ നിങ്ങളുടെ നാഷണാലിറ്റി അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ഫാദേഴ്സ് നെയിം ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫാദേഴ്സ് നെയിം എൻ്റർ ചെയ്യുക. അതിനുശേഷം ചോദിച്ചിരിക്കുന്ന മദേഴ്സ് നെയിം ആണ്. അപ്പോൾ നിങ്ങളുടെ മദറിൻ്റെ പേര് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം അടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്ന പെർമനൻറ്റ് ഐഡൻറ്റിഫിക്കേഷൻ മാർക്കാണ്. ഈ ഒരു സെക്ഷൻ നിർബന്ധമില്ല, ഉള്ളവർ മാത്രം ചെയ്താൽ മതി. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ജെൻഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ജെൻഡർ അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം അടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്നത് മാരിജൽ സ്റ്റാറ്റസ് ആണ്. അപ്പോൾ നിങ്ങളുടെ മാരിജൽ സ്റ്റാറ്റസ് അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം അടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്നത് റിലീജിയൻ ആണ്. അപ്പോൾ നിങ്ങളുടെ റിലീജിയൻ അവിടെ ജസ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ കാറ്റഗറി ആണ്. അപ്പോൾ നിങ്ങളുടെ കാറ്റഗറി അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ സബ് കാറ്റഗറിയാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഒന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്ന എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഉണ്ടോ എന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ളവർ അതിൽ യെസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക.
അടുത്തത് അതിനുശേഷം താഴെ ചോദിച്ചിരിക്കുന്നത് എക്സ് സർവീസ് ആണോ എന്നാണ്. എക്സ് സർവീസ് ആയിട്ടുള്ളവർ എസ് കൊടുക്കുക, മറ്റുള്ളവർ നോ എന്ന് കൊടുക്കുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ഡിപ്പാർട്ട്മെന്റൽ സർവീസിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളവർ എസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്ത ശേഷം തൊട്ട് താഴെ സേവ് ആൻഡ് നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഈ ഒരു സെക്ഷനിൽ അഡ്രസ്സും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് എന്തൊക്കെയാണ് എൻ്റർ ചെയ്യേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസ് നോക്കാം. ഇതിൽ ഒന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് പെർമനന്റ് അഡ്രസ്സ് ആണ്. അപ്പോൾ നിങ്ങളുടെ അഡ്രസ്സ് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ പിൻകോഡ്, സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, വില്ലേജ്, പോലീസ് സ്റ്റേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടതാണ്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ കറസ്പോണ്ടന്റ് അഡ്രസ്സാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ പെർമനന്റ് അഡ്രസ്സ് തന്നെയാണ് കറസ്പോണ്ടന്റ് അഡ്രസ്സ് എങ്കിൽ തൊട്ട് താഴെ നിങ്ങൾക്ക് സെയിം ആസ് പെർമനന്റ് അഡ്രസ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതല്ല അഡ്രസ്സ് വ്യത്യസ്തമാണെങ്കിൽ തൊട്ട് താഴെ ആ ഒരു അഡ്രസ്സ് എൻ്റർ ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ സേവ് ആൻഡ് നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്ന NCC സർട്ടിഫിക്കറ്റ് ഉണ്ടോയെന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ളവർ എസ് എന്ന് എടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് എടുക്കുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്ന ഹൈറ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഹൈറ്റ് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് ചെസ്റ്റ് ആണ്. ചെസ്റ്റ് മെയിൽ കാൻഡിഡേറ്റ്സ് മാത്രം എൻ്റർ ചെയ്താൽ മതി. അതിനുശേഷം അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് വെയിറ്റ്. ഇങ്ങനെ ഈ ഒരു 3 കാര്യങ്ങളാണ് ഇവിടെ എൻ്റർ ചെയ്തിരിക്കേണ്ടത്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ചെറിയൊരു ഡിക്ലറേഷൻ ആണ്. അതായത് എന്തെങ്കിലും കേസസോ ക്രിമിനൽ കേസസോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ള എസ് ഒന്ന് എടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് എടുക്കുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ സേവ് ആൻഡ് നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ എസ് എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ ക്വാളിഫിക്കേഷൻ ആണ്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എല്ലാം ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. 10ാം ക്ലാസ്, +2, അതുപോലെ തന്നെ ഡിഗ്രി, പോസ്റ്റ് ഗ്രാജുവേഷൻ തുടങ്ങിയ ക്വാളിഫിക്കേഷൻ എല്ലാം ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ആദ്യം അവിടെ സെലക്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഏതാണെന്നാണ്. അതിനുശേഷം സർട്ടിഫിക്കറ്റ് നമ്പർ, അതിനുശേഷം ഇയർ, അതിനുശേഷം സ്റ്റേറ്റ്, അതിനുശേഷം ബോർഡ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അവിടെ സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം തൊട്ട് താഴെ ആഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സേവ് ആവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് +2 അതുപോലെ തന്നെ ഡിഗ്രി അങ്ങനെ ഓരോ ഇതും ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ ആഡ് ചെയ്ത ശേഷം തൊട്ട് താഴേക്ക് വരുമ്പോൾ നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ വർക്ക് എക്സ്പീരിയൻസിൻ്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ നിലവിൽ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളവർ ജോലി ചെയ്യുന്നവർ എസ് എടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് എടുക്കുക. അതിനുശേഷം തൊട്ട് താഴെ സേവ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഈ ഒരു സെക്ഷനിൽ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് വരിക. ഫോട്ടോ, സിഗ്നേച്ചർ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പീസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സെക്ഷനിൽ അപ്ലോഡ് ചെയ്യേണ്ടത്. ഈ ഒരു കാര്യങ്ങളെല്ലാം അപ്ലോഡ് ചെയ്ത ശേഷം തൊട്ട് താഴെ സേവ് ആൻഡ് നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ BSFൻ്റെ വെബ്സൈറ്റിലെ 1 ടൈം രജിസ്ട്രേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അക്കൗണ്ട് ഉള്ളവർ ഇതിൽ ലോഗിൻ ചെയ്ത ശേഷം അപേക്ഷിച്ചാൽ മതി. ഇത്രയും കാര്യങ്ങൾ ചെയ്തപ്പോൾ BSFൻ്റെ വെബ്സൈറ്റിൽ 1 ടൈം രജിസ്ട്രേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നതാണ്. ഇവിടുന്ന് കാണാൻ സാധിക്കുന്നതാണ് പ്രൊഫൈൽ അപ്ഡേറ്റ്. അതിന് തൊട്ട് താഴെ കംപ്ലീറ്റ് 100% എന്ന്. അപ്പോൾ അതിന് താഴേക്ക് വരുമ്പോൾ വലത്തെ സൈഡിലായിട്ട് അപ്ലൈ ന്യൂ അഡ്വർടൈസ്മെൻറ്റ് എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കും. ഇവിടുന്ന് കാണാൻ സാധിക്കുന്നതാണ് റിക്രൂട്ട്മെൻറ്റ് ടു ദ പോസ്റ്റ് ഓഫ് അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ എന്ന്, അതുപോലെ തന്നെ ആൻഡ് ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റീരിയൽ എന്ന്. അപ്പോൾ അതിൻ്റെ വലത്തെ സൈഡിലായിട്ട് അപ്ലൈ ഹിയർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ ആദ്യമായിട്ട് പോസ്റ്റ് സെലക്ട് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അപേക്ഷിക്കാൻ പോകുന്ന പോസ്റ്റ് ഏതാണോ അത് ഇവിടെ സെലക്ട് ചെയ്യുക. അപ്പോൾ കുറച്ച് ഓപ്ഷൻസ് എനേബിൾ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷന് അതുപോലെ തന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് വരിക. അപ്പോൾ അതെല്ലാം നിങ്ങൾ ഫിൽ ചെയ്യേണ്ടതാണ്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഹൈറ്റ്, വെയിറ്റ് അതുപോലെ തന്നെ ചെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത ശേഷം താഴെ സേവ് ആൻഡ് നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ എക്സാം സെൻറ്ററിൻ്റെ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുക. അപ്പോൾ നിങ്ങളുടെ എക്സാം സെൻറ്റർ എവിടെ വേണമോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ഫീസിൻ്റെ ഡീറ്റെയിൽസ് ആണ്.
ഫീസ് എല്ലാവർക്കും അടയ്ക്കേണ്ടതില്ല. SC ST കാൻഡിഡേറ്റ്സിന്, വുമൺ കാൻഡിഡേറ്റ്സിനെല്ലാം റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അവർ ഫീസ് അടയ്ക്കേണ്ടതില്ല. ബാക്കിയുള്ള എല്ലാ കാൻഡിഡേറ്റ്സും നിർബന്ധമായിട്ടും ഫീസ് അടയ്ക്കേണ്ടതാണ്. ഫീസ് അടയ്ക്കേണ്ട ഓപ്ഷൻ അവിടെ സെലക്ട് ചെയ്ത ശേഷം തൊട്ട് താഴെ ഒരു ഡിക്ലറേഷൻ കാണിക്കുന്നതാണ്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം തൊട്ട് താഴെ പേ നൗ എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ റീഡയറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങളുടെ പേയ്മെൻറ്റ് സെക്ഷനിലേക്ക് പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾ അതിൽ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ പേയ്മെൻറ്റ് ചെയ്യുക. പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളി സബ്മിറ്റ് ആവുന്നതാണ്. അതുപോലെ തന്നെ സക്സസ്ഫുള്ളി സബ്മിറ്റ് ആവുന്ന ടൈമിൽ തന്നെ നിങ്ങളുടെ ഇമെയിലിലേക്ക് നിങ്ങൾ ഫീസ് അടച്ചതിൻ്റെ റെസിപ്റ്റും ലഭിക്കുന്നതാണ്. ഇങ്ങനെയാണ് BSFൻ്റെ ഹെഡ് കോൺസ്റ്റബിൾ ആൻഡ് അതുപോലെ തന്നെ ASI പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റിന് അപേക്ഷിക്കേണ്ട ശരിയായ രീതി. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.